കണ്ടതിൽ വെച്ച് ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിനിമയുടെ കഥ പറയുന്നു. ആ സിനിമയുടെ റിവ്യൂ ഞാൻ പറയുന്നു. ആ സിനിമയുടെ പേരെന്താണെന്നറിയോ? ആ സിനിമയുടെ പേരാണ് സഫയർ. റെഡി ആണോ കേൾക്കാൻ? ഹലോ, യെസ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, സിനിമയുടെ നിർമ്മാതാവ്, പ്രൊഡ്യൂസർ മറ്റാരുമല്ല, മിസ്റ്റർ ഗോപകുമാർ. നമ്മുടെ സ്വന്തം അപ്ലൈൻ കേരളത്തിലോട്ട് ഈ സിസ്റ്റം നമ്മളുടെ കയ്യിലോട്ട് എത്തിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ മിസ്റ്റർ ഗോപകുമാർ സാർ. നല്ലൊരു കൈയടി സാർ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനെയാണ്. നിങ്ങളെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന ആൾക്കാരെ നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കാം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത്, സംവിധാനം, ഈ സിനിമയിൽ ആരൊക്കെ എന്തൊക്കെ അഭിനയിച്ചാലും ഇത് ഒരാൾ മാത്രമേ സംവിധാനം ചെയ്യുള്ളൂ. അതാരാണ്? അവർ MD ത്രിലോചൻ ചബ്ര, TCG. ആ ബാക്കിലുള്ളത് കൈയിട്ടേക്കട്ടെ. ആ അപ്പുറത്തെ സൈഡ് പോരട്ടെ. താങ്ക് യു. ഈ സിനിമയിൽ നിങ്ങൾ എങ്ങനെ തലയും കുത്തി അഭിനയിച്ചാലും നിർമ്മാതാവ് സംവിധാനം സിസ്റ്റം തന്നെയാണ്, RCM തന്നെയാണ്, TCG തന്നെയാണ്. ഹലോ, അതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഏതൊരു സാധാരണക്കാരൻ്റെ അടുത്തോട്ടും എത്താവുന്ന തലത്തിൽ ഈ സിസ്റ്റത്തിനെ നിർമ്മിച്ചത് ആരാണ്? വൺ ആൻഡ് ഓൺലി ലെജൻഡ്, നമ്മുടെ സ്വന്തം TCG ആണ്. ഏതൊരു സാധാരണക്കാരനോട്ട് എത്തിക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് കരിയർ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും, നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഈ സിസ്റ്റം നമുക്ക് നിർമ്മിച്ചു തന്ന ദ ഗ്രേറ്റ് ലെജൻഡറി ഫൗണ്ടർ, വിഷണറി എന്നെല്ലാം നമുക്ക് എന്തൊക്കെ നാമങ്ങൾ വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം. അതുപോലെ ഇമോഷണൽ ആയി പോകും പല സമയത്ത്. അപ്പോൾ TCG ആണ് ഈ സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. ഇതിലെ ലീഡ് ആക്ടേഴ്സ്, ഇതിൽ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം സഫയർ, CR മൂർത്തി, അഖില മാഡം. ലീഡ് ആക്ടേഴ്സ് CR മൂർത്തി ആൻഡ് അഖില മാഡം. നേരത്തെ നിങ്ങളുടെ മുമ്പിൽ കണ്ടിരുന്നു. അപ്പൊ ഇവരുടെ കഥയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. റെഡിയാണോ? യെസ്, വളരെ സ്പീഡായിട്ട് തന്നെ പറയാം. ഇവരുടെ കഥ തുടങ്ങുന്നത് 2005. ഒരു 2005 ഒരു ദിവസം. ആ ദിവസം തീയതി ഒന്നും എനിക്കറിയില്ല, അച്ഛൻ പറഞ്ഞിരിക്കും. ആ തീയതിയിൽ ആര് വരുന്നു? നമ്മുടെ പ്രൊഡ്യൂസർ. ആരാ പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ നമ്മുടെ ഗോപകുമാർ സാർ ദാ ഒരു സാമഗ്രിയായിട്ട് വരിക വീട്ടിലോട്ട്. ആരെടുത്തിട്ട്? നമ്മുടെ നടന്മാരുടെ അടുത്ത് വരിക, ആക്ട്രസിന്റെ അടുത്ത് വരിക. ഇവരോട് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ കുറച്ചു കാലം ജോലി ചെയ്താൽ മതി, അനന്തമായ വരുമാനം പിന്നീട് കിട്ടും. ഇത് ഇത്ര ഉൽപ്പന്നങ്ങളുണ്ട്, ഈ ഉൽപ്പന്നങ്ങളെ സവിശേഷതകൾ ഇന്നതാണ് എന്നതൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ആയിക്കോട്ടെ ചിരിച്ച് കൈ കൊടുത്ത്, എന്തിനാ ഇറങ്ങിപ്പോകൂ. പെട്ടെന്നായാൽ നമ്മൾ പരിപാടി നിർത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ? പെട്ടെന്ന് എല്ലാവരും കൂടി കൈയടിക്കും. ചിലവ് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഞങ്ങളൊക്കെ കോളേജിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രസംഗമായിരിക്കും. അപ്പൊ നമ്മൾ ഇടയിൽ കയറി എന്ത് ചെയ്യും? ഷൂ എന്ന് പറഞ്ഞ കൈയടിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മനസ്സിലായി, ഇറങ്ങിപ്പോണം, ടാറ്റ. അതുപോലെ പെട്ടെന്ന് എണീറ്റ് കൈ കൊടുത്ത് ഓക്കെ. ആളെന്ത് ചെയ്തു? പിന്നെ വിട്ടോ? വിട്ടില്ല. വീണ്ടും 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 എത്ര വട്ടം അച്ഛനെ കണ്ടു എന്ന് എനിക്കെന്നെ അറിഞ്ഞു. കുറെ വട്ടം കണ്ടതിന് ശേഷം അച്ഛൻ ആ ശല്യം സഹിക്കുക വയ്യാതെ എന്ത് ചെയ്തു? RCMൽ എന്ത് ചെയ്തു? മെമ്പർഷിപ്പ് എടുത്ത്. നിങ്ങൾ പലവരും അങ്ങനെ വന്നവരാ. ഹലോ ആണ്, യാതൊരു സംശയമില്ല. അങ്ങനെ ആ ശല്യം കാരണം എന്ത് ചെയ്തു? അച്ഛൻ RCMൽ മെമ്പർഷിപ്പ് എടുത്തു. മെമ്പർഷിപ്പ് എടുത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവരുടെ ചായപ്പൊടിയും പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ചായപ്പൊടിയും പേസ്റ്റും അല്ലാണ്ട് വേറെ ഒരു സാധനം വീട്ടിലില്ല. എനിക്ക് ആ ഓർമ്മയുണ്ട്, അന്നത്തെ ചായപ്പൊടി എനിക്ക് ഓർമ്മയുണ്ട്.
അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ്റെ വീട്ടിലോട്ട് ഒരു ചെക്ക് വരും. ചെക്ക് അറിയില്ലേ? ആ, ചെക്കിലോട്ട് 834 രൂപ അക്കൗണ്ടിലോട്ട് ഉള്ളൊരു ചെക്ക് വരും. അച്ഛൻ ഞെട്ടിപ്പോയി. കാരണം എന്താ? വീട്ടിലിരുന്ന ചായയും പേസ്റ്റും മാത്രം ഉപയോഗിച്ചുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഹലോ, ചായയും പേസ്റ്റും മാത്രം മേടിച്ചു, വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ അക്കൗണ്ടിലോട്ട് എന്ത് വന്നു? കാശ്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സംഭവം, എങ്ങനെയാണ് ഈ സംവിധാനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ആരെ വിളിച്ചു? നമ്മുടെ പ്രൊഡ്യൂസറെ വിളിച്ചു. ഓർമ്മയുണ്ടല്ലോ, പ്രൊഡ്യൂസറെ വിളിച്ചു. അപ്പൊ പ്രൊഡ്യൂസർ എന്ത് ചെയ്തു? ഒരു മീറ്റിങ്ങിലോട്ട് വരാൻ പറഞ്ഞു. എന്ത് ചെയ്തു? ഒരു മീറ്റിങ്ങിലോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളിതാ ഇപ്പൊ ഈ കാണുന്ന മീറ്റിംഗ് പോലെ ആ അറ്റത്ത് പോയി ഇരുന്ന ഒരു വ്യക്തിയാണ് ആര്? CRN മൂർത്തി. ഹലോ, നിങ്ങളെപ്പോലെ തന്നെ ഇതുപോലെ ഒരു മീറ്റിംഗ് അദ്ദേഹം അറ്റൻഡ് ചെയ്തു. എന്താണ് RCM, എന്താണ് ഇതിന്റെ അനന്തമായ സാധ്യതകൾ എന്നെല്ലാം സ്റ്റേജിൽ ഇതുപോലെ കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുന്ന കുറെ അച്ഛനെ സംഭവം കൊള്ളാം, കുഴപ്പമില്ല, എന്നാ പിന്നെ ഇതിന്റെ കടയൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് എവിടെ പോകുന്നു? RCMന്റെ കട കാണാൻ പോകുന്നു. നിങ്ങൾ RCMന്റെ കട കണ്ടവർ എത്ര പേരുണ്ട്? RCMന്റെ ഷോപ്പ് ഓക്കെ അല്ലേ? ഞാനും അച്ഛനും അമ്മയും ആദ്യമായിട്ട് കണ്ട RCMന്റെ ഷോപ്പ് ഞാൻ കാണിച്ചു. കണ്ടോ? ഹലോ, ഈ ഷോപ്പിലോട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മീറ്റിങ്ങിലോട്ട് വിളിച്ച ആളില്ലേ, ആളുടെ നമ്പർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യും. മേലെ അവന്റെ കോള് എടുക്കില്ല. ഹലോ, ഇതാണ് ഞാൻ കണ്ട ആദ്യത്തെ. പക്ഷെ ഇതല്ല ഞാൻ പറഞ്ഞ ഏനോട് എത്രമാത്രം വികൃതമാക്കാവോ അത്രയും വികൃതമാക്കാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ശരിക്കും ഇതിലും പരിതാപകരം വരുന്ന ആശം. 2 റാക്ക് കുറേ സാധനം വലിച്ചു വിതറിട്ടിരിക്കുന്നു, ഒരു കർട്ടൻ വെച്ച് 4 സൈഡിൽ മൂടിയിരിക്കുന്നു. അവിടെ ഒരു ബൾബെങ്കിലും ഉണ്ട്, അതന്ന് അവിടെ ബൾബ് പോലും ഇല്ല. അത്രയും പരിതാപകരമായിട്ടുള്ള RCMന്റെ ഷോപ്പാണ് അച്ഛൻ ആദ്യമായിട്ട് കണ്ടത്. ഈ ഷോപ്പ് കണ്ടിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആ എയർഫോഴ്സ് ജോലി വേണ്ടെന്ന് വെച്ചു. ഹലോ, എന്താ പറയാ, ഷോക്കിന്റെ കുറവായിരുന്നു. വീട്ടില് ഒരു ഭ്രാന്തനെ പോലെ അലിഞ്ഞു. ചെവിയിലൊരു കുന്തരണ്ണം വെച്ച് ഒരു സാധനം ഉണ്ടായിരുന്നു. മുകേഷ് കൊട്ടാരിയുടെ സ്പീച്ച്, സുരേന്ദ്ര വട്സിന്റെ സ്പീച്ച്. അമ്മ ഇങ്ങനെ ആലോചിച്ചു, ജോലി രാജിവെച്ചു, പാട്ടും കേട്ട് വീട്ടിൽ നടക്കുക. എന്താ വിചാരിക്കുക? ആളുടെ മുഖം കണ്ടാൽ മനസ്സിലാവും എന്തോ എവിടെയോ തകരാറ്. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? ഉടനെ നാട്ടിൽ പോണം, പ്ലാൻ ചെയ്തു. നാട്ടിൽ പോവാ. ആ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നാട്ടിൽ പോവാ. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞോണ്ടിരിക്കുക, അവിടെ അച്ഛനോ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിൽ എന്തോ കറങ്ങുന്നുണ്ട്, നമുക്ക് മനസ്സിലാവണില്ല എന്താ സംഭവം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ദുബായിലുള്ളവർ പോലും വർഷത്തിലൊന്നോ മാസത്തിലൊന്നോ വരും. തൊട്ടപ്പുറത്ത് സംസ്ഥാനത്തുള്ള ഈ മനുഷ്യനെ എനിക്ക് വല്ലപ്പോഴേ കാണാൻ കിട്ടാം. ബാംഗ്ലൂരായിരുന്നു, കേരളത്തിലോട്ട് വന്നു. അങ്ങനെ കുറച്ചു കാലം കേരളത്തിൽ എന്തൊക്കെയോ പണി ചെയ്തു. അത് എന്താന്ന് എനിക്കും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല. പക്ഷെ ഈ അടുത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കില്ല, ശരിക്കും അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയോ? ഇതുപോലെ ഉന്തുവണ്ടിയിൽ സാധനം നിറച്ച് കൊല്ലൂര് ഒരു അണ്ടി ഫാക്ടറി ഉണ്ട്, അതിന്റെ മുമ്പ് കൊണ്ടുപോയി നിർത്തി സോപ്പ് ചായപ്പൊടി ഇന്ത്യൻ ഉൽപ്പന്നം വില കുറഞ്ഞ് കിട്ടുന്നു എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യരുത്. ഹലോ, ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സെയിൽ ചെയ്തവരുണ്ടാവും നമ്മുടെ ഇടയിലുണ്ട്. പേടിക്കണ്ട, നിങ്ങൾ വൈകാതെ ഫ്രണ്ടിലോട്ട് വരും, പേടിക്കണം. അപ്പൊ ഈ സെയിൽസ് ആദ്യം അച്ഛൻ സെയിൽസ് ആയിരുന്നു, ഫുൾ സെയിൽസ്. എല്ലായിടത്തോട്ടും എന്തെത്തിക്കുക? മാക്സിമം പ്രൊഡക്റ്റ് എത്തിക്കുക. പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുക, സിസ്റ്റം പറഞ്ഞു കൊടുക്കുക. ഈ പണി നിരന്തരം ചെയ്തു. ആദ്യത്തെ കാലഘട്ടത്തിലും നമുക്ക് കഴിവില്ല. 10 പേരോട് പറയുമ്പോഴാണ് ഇത്ര ഉൽപ്പന്നങ്ങളുള്ളൂ. നിങ്ങൾ ഇന്ന് കാണുന്ന പോലെ RCM ഷോപ്പ് അല്ല, അന്ന് അത്ര ഉൽപ്പന്നങ്ങളും ഇല്ല. ഒരു 10 പേരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു 500 പേരുടെങ്കിലും കാര്യം പറയണം, എന്നാലേ 10 പേരെങ്കിലും വരുള്ളൂ. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ആ കടയിലോട്ടൊന്ന് കൊണ്ടുപോയി ഒരു ഗുഡ്സ് ഇപ്പം കൊടുത്ത് ഒരു ബിസ്ക്കറ്റ് കൈ പിടിച്ചു കൊടുത്ത ഫ്ലാറ്റ്. ഹലോ,
അത്രയുള്ള പരിപാടി. അപ്പൊ ഇത് അന്ന് കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇവിടെ കുറെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ കഷ്ടപ്പെട്ട ആൾക്കാരും. പിന്നെ നമുക്ക് ലൈഫിൽ പല പുരോഗമനങ്ങളും വരാൻ തുടങ്ങി. അച്ഛൻ ഞങ്ങളെ കേരളത്തിലോട്ട് ക്ഷണിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളെ ഒരു 1-2 വർഷത്തിന് ശേഷം കേരളത്തിലോട്ട് ക്ഷണിച്ചു. അതിനുശേഷം ഞങ്ങൾ 3-4 വർഷം വാടക വീട്ടിലായിരുന്നു എറണാകുളത്ത്. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു, എറണാകുളത്ത് വാടക വീട്ടിലായിരുന്നു. അവിടെ വെച്ച് അച്ഛൻ്റെ ലുക്കും അച്ഛൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റം കാണാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇത് കുറച്ച് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ദിവസം മാത്രമേ അച്ഛനെ കാണാൻ കിട്ടുള്ളൂ. പിന്നെ അച്ഛനെ കാണാനേ കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? രാവിലെ ഞാൻ എണീക്കുന്ന മുമ്പ് സ്ഥലം വിടും. രാത്രി ഞാൻ ഉറങ്ങിയതിന് ശേഷം അച്ഛൻ തിരിച്ചു വരും. ബേസിക്കലി വീട്ടിലാണ്. ഇതിനെക്കാട്ടും നല്ല ദുബായിലുള്ളതായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ബാംഗ്ലൂർ. അതുപോലെ തന്നെ വ്യത്യാസമില്ല, അച്ഛനെ കാണാൻ കിട്ടാറില്ല. ഫാമിലി ഫങ്ഷൻസ്, കല്യാണം, വീട് കാഴ്ച, എന്താ അതിന് പറയാ, ഹൗസ് വാമിങ്, ഈ പരിപാടിക്കൊന്നും അച്ഛൻ വരില്ല. അച്ഛൻ്റെ ഫാമിലി ഒരു ഫങ്ഷൻ അച്ഛൻ വരില്ല. ഞാനും അമ്മയാണ്. അങ്ങനെ എല്ലാ പരിപാടിയിൽ നിന്നും എന്ത് ചെയ്തു, ഒരു 1-2 വർഷത്തേക്ക് ഫുൾ സാക്രിഫൈസ്. ഒന്നും ചെയ്തില്ല, വേറെ ഒന്നും ഇൻവോൾവ് അല്ല. എൻ്റെ സ്കൂളിൽ പാരൻസ് ടീച്ചിങ് ഇതുണ്ടാവില്ലേ, PT അസോസിയേഷൻ, ടീച്ചറെ കാണണം. ഞാൻ ഭയങ്കര കുറുമ്പനായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുന്നു പറയും. അപ്പൊ ആര് വരിക? അമ്മ വരും. അള്ളത്തേറി മൊത്തം അമ്മയെ കേൾക്കാം. പിന്നെ എന്ത് ചെയ്യും, അമ്മ മിടിക്കുകയാണ്. അമ്മ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ എന്നെ ചേർത്തു. അതാകുമ്പോ ടീച്ചർമാര് ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ പറയാലോ. എന്താ ഐഡിയ. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു കഷ്ടപ്പാടിന്റെ ഒരു ടൈമായിരുന്നു. കാണാൻ കിട്ടാറില്ല, ഓട്ടമോട് ഓട്ടം. പക്ഷേ ഇതാണ് ആ ടൈം. ഒരു ഇതാണ് ഏകദേശം ആ ടൈം. കണ്ടോ ഈ അഖില മാഡത്തിനെ കണ്ടില്ലേ? അതിനെക്കാട്ട് ലുക്കില്ല ഇപ്പത്തെ അഖില മാഡത്തിന്. കണ്ടുവെക്കരുത് കേട്ടോ. ഓക്കെ, ആ മൂർത്തി സാറിന് അന്ന് കുറച്ചുകൂടി മുടി ഉണ്ടായിരുന്നു. മുടിയൊക്കെ പോയതുകൊണ്ട് ആളെപ്പോഴും പഴയ കുട്ടപ്പൻ തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ ഒരു കാലഘട്ടമാണ് അത്. പിന്നെ ഫുൾ ഹോം മീറ്റിംഗ്, ഹോം മീറ്റിംഗ്. വീട്ടിൽ കയറാം, വണ്ടിയിൽ സാധനം കൊണ്ടുപോവാ, കയ്യിൽ നിറച്ച് സാധനങ്ങൾ കൊണ്ടുപോവാ, എവിടെയൊക്കെ ഹോം മീറ്റിംഗ് നടത്താവോ അങ്ങനെ ഹോം മീറ്റിംഗ് നടത്തി. ഞാൻ എത്ര ഹോം മീറ്റിംഗ് പങ്കെടുത്തിരുന്നോ? കുറേ ഹോം മീറ്റിംഗ് പങ്കെടുത്തു. എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോട്ടീസ് ഉണ്ടാവും, പരിപാടിക്ക് നോട്ടീസ്, അത് ലാസ്റ്റ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ പരിപാടി. പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ മിക്കപ്പോഴും പെട്ടികൾ ധാരാളം ഉണ്ടാവും. പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ പറ്റീൻ്റെ മടിയിലും ഉണ്ടാവും. അപ്പോൾ ഒരു സാൻഡ്വിച്ച് പോലെ ഇവിടെ പെട്ടി അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കാലത്തിന് ശേഷം ആദ്യത്തെ കാർ അച്ഛൻ സ്വന്തമാക്കുന്നത് 2011. ഞാൻ പറയുന്നത് അതുവരെ ഒരു നോർമൽ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ഈ കാർ വന്നപ്പോണ്ടല്ലോ 2 ഇരട്ടി സ്പീഡായി. എന്താ കാര്യം എന്നറിയോ? ഒറ്റ കാര്യമുള്ളൂ, ആ കാറിന്റെ ഡിക്കി നിറച്ച് മാർസിന്റെ സാധനവും നിറച്ച് മാർസിന്റെ നോട്ടീസും കൊണ്ട് ഒരൊറ്റ പോക്കാം. ഇന്നേക്ക് ആ കാറ് 3,50,000 കിലോമീറ്റർ ഓടി. 3,50,000 കിലോമീറ്റർ. ഈ ബിസിനസ് കെട്ടിപ്പടുത്തിയതിന്റെ വലിയൊരു പങ്ക് ആരെ വഹിച്ചെന്നറിയോ? ഈ കാറാണ് നമ്മളെ സഹായിച്ചത്. വീട് വീടാന്തരം നാടാന്തരം എല്ലായിടത്തും RCMന്റെ പ്രൊഡക്ട്സും കൊണ്ട് മാക്സിമം സ്ഥലത്തോട്ട് എത്തിക്കുക, മാക്സിമം ആൾക്കാരെ പരിചയപ്പെടാം, മാക്സിമം ടൂൾസ്. ഈ നോട്ടീസ്, ഈ പറയുന്ന ബ്രോഷേഴ്സ്, പ്രൊഡക്ട്സിന്റെ ബ്രോഷേഴ്സ് ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളതും അത് ഒരാളെ ഉള്ളൂ ഈ ഹോളിൽ, അത് CR മൂർത്തി മാത്രം. അതിന് യാതൊരു സംശയവും. ഇഷ്ടം പോലെ കെട്ടുകണക്കിന് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. നിങ്ങൾ വന്നാൽ തന്നെ ഫ്രീ ആയിട്ട് തരാം. ഈ ടൂൾസും ഈ പ്രൊഡക്ട്സും ഈ വണ്ടിയും ശരിക്കും എന്ത് ചെയ്തു? ബിസിനസ് 2 ഇരട്ടി സ്പീഡ് കൂട്ടി. അങ്ങനെ നമ്മൾ പതുക്കെ പല അച്ചീവ്മെന്റ്സ് കടന്നു. എമറാൾഡായി, സ്റ്റാർ എമറാൾഡായി, റൂബിയായി, സ്റ്റാർ റൂബിന്ന് സഫയർ ഒറ്റ കൊല്ലം ഉണ്ടായി. അങ്ങനെ ധാരാളം അച്ചീവ്മെന്റ്സ് വളരെ സ്പീഡിലാണ് വന്ന കാർ വന്ന ശേഷം. അങ്ങനെ ഇന്ന് സഫയർ പൊസിഷനിൽ നിൽക്കുവാണ് നമ്മുടെ CR.